ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അറൈവ് ആൻഡ് റീച്ച്. അറൈവ് എന്നാൽ എത്തുക, റീച്ച് എന്നാൽ എത്തുക. അറൈവ് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അറൈവ്ഡ്, എത്തി. റീച്ച് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റീച്ച്ഡ്, എത്തി. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് വാക്കുകളുടെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇതുപയോഗിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിലാണ് വ്യത്യാസം ഉള്ളത്. രണ്ടിൻ്റെയും മീനിങ് എത്തുക എന്നാണ്. എത്തുക എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക, ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുക, ഒരു ലൊക്കേഷനിൽ എത്തുക എന്നാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് സെൻറ്റൻസ് സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, ഒരു സ്ഥലത്ത് എത്തുന്നു. അറൈവ് അറ്റ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അറൈവ് ഇൻ ഉപയോഗിക്കാം. പക്ഷേ അത് ലൊക്കേഷൻ അനുസരിച്ച് എവിടെയാണ് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ, അറൈവ് അറ്റ് ദി എയർപോർട്ട്, അറ്റ് ദി എയർപോർട്ട്. അറൈവ് അറ്റ് ദ ഷോപ്പിംഗ് മാൾ, അറൈവ് അറ്റ് ദ ലൈബ്രറി, അറൈവ് അറ്റ് ദ ഓഫീസ്. ഇവിടെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം ആണ് പറഞ്ഞിരിക്കുന്നത്. ഓഫീസ് എന്ന് പറയുമ്പോഴും ഷോപ്പിംഗ് മാൾ, എയർപോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ സ്ഥലങ്ങളാണ്. അതായത് കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം നമ്മൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് അറൈവ് അറ്റ് ആണ്. ഐ അറൈവ്ഡ് അറ്റ് ദി എയർപോർട്ട്, ഞാൻ എയർപോർട്ടിൽ എത്തി. ഇനി വലിയ സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം, ഡൽഹി, ലണ്ടൻ എന്നൊക്കെ പറയുന്ന വലിയ സ്ഥലങ്ങളാണ്. സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സ്ഥലം പറയാതെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, അതൊന്നും പറയാതെ ട്രിവാൻഡ്രം എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു വലിയ സ്ഥലത്തെ പറ്റിയാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ഇൻ ആണ്. അറൈവ് ഇൻ ട്രിവാൻഡ്രം, അറൈവ് ഇൻ ഡൽഹി, അറൈവ് ഇൻ ലണ്ടൻ. ഷീ അറൈവ്ഡ് ഇൻ ട്രിവാൻഡ്രം, അവൾ ട്രിവാൻഡ്രത്ത് എത്തി. ഇനി ഒരു ഡേ ആണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഷീ അറൈവ്ഡ് ഓൺ ഫ്രൈഡേ, ഓൺ ഫ്രൈഡേ, കാരണം നമ്മളൊരു ഡേ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷീ അറൈവ്ഡ് ഓൺ ഫ്രൈഡേ, അവൾ ഫ്രൈഡേയിൽ എത്തി. അപ്പോൾ ഇൻ, അറ്റ്, ഓൺ ഒക്കെ അറൈവ് എന്നത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഹോം, ഷീ അറൈവ്ഡ് ഹോം. ഹോം എന്ന വേർഡിന് മുന്നിൽ പ്രപ്പോസിഷൻസ് പാടില്ല. ഷീ അറൈവ്ഡ് ഹോം എന്നാണ് പറയുന്നത്, അവൾ വീട്ടിലെത്തി. ഷീ അറൈവ്ഡ് ദേർ, അവിടെയും പ്രപ്പോസിഷൻ ഇല്ല, ദേർ. ഷീ അറൈവ്ഡ് ഹിയർ, ഇവിടെ എത്തി. ഹിയർ എന്ന വാക്കിന് മുമ്പിലും പ്രപ്പോസിഷൻ പാടില്ല. ഷീ അറൈവ്ഡ് ലേറ്റ്, ലേറ്റ് ആയിട്ടെത്തി, അവിടെയും പ്രപ്പോസിഷൻ, ലേറ്റ് എന്ന വാക്കിന് മുമ്പിൽ പ്രപ്പോസിഷൻ ഇല്ല. ഷീ അറൈവ്ഡ് ഏർലി, നേരത്തെ എത്തി, ഏർലി എന്ന വാക്കിന് മുമ്പിലും പ്രപ്പോസിഷൻ ഇല്ല. ഷീ അറൈവ്ഡ് ടുഡേ, ടുഡേ എന്ന വാക്കിന് മുമ്പിൽ പ്രപ്പോസിഷൻ ഇല്ല. ഷീ അറൈവ്ഡ് യെസ്റ്റർഡേ, യെസ്റ്റർഡേ എന്ന വാക്കിന് മുമ്പിലും പ്രപ്പോസിഷൻ ഇല്ല. ഷീ വിൽ അറൈവ് ടുമാറോ, ടുമാറോ എന്ന വേർഡിന് മുമ്പിലും പ്രപ്പോസിഷൻ ഇല്ല. അപ്പോൾ ഹോം, ഹിയർ, ദർ, അവിടെ അതിന് മുന്നിൽ പ്രപ്പോസിഷൻ പാടില്ല. ഏർലി, ലേറ്റ്, ടുഡേ, ടുമാറോ, യെസ്റ്റർഡേ, ഇവിടെയൊന്നും പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി റീച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? റീച്ച് എന്ന വേർഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റീച്ച് എന്ന വേർഡ് കഴിഞ്ഞ് ഒരു പ്രിപ്പോസിഷനും പാടില്ല. റീച്ച് ദി എയർപോർട്ട്, റീച്ച് ദ ലൈബ്രറി, റീച്ച് ഡൽഹി, അവിടെ ഒന്നും ഇൻ, അറ്റ് ഒരു പ്രിപ്പോസിഷനും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. റീച്ച് എന്ന വേർബ് കഴിഞ്ഞാൽ പ്ലസ് നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതിനിടയിൽ ഒരു പ്രിപ്പോസിഷൻ്റെ ആവശ്യം ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. റീച്ച് എന്നായാലും അറൈവ് എന്നായാലും എത്തുക എന്നാണ് മീനിങ്. ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുക അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ എത്തുന്നത് തന്നെ രണ്ട് തരത്തിലാവാം. ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ആ സ്ഥലത്ത് എത്തുക, അത് ഒന്ന്. പിന്നെ
വളരെ ഈസി ആയിട്ട്, ഒട്ടും ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ആ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെയാണെങ്കിലും അത് രണ്ട് ഡിഫറെൻറ്റ് തരത്തിലാണ്. അപ്പോൾ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ആ സ്ഥലത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് അറൈവ് യൂസ് ചെയ്യാം. അതല്ല, വളരെയധികം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നതെങ്കിൽ റീച്ച് ഉപയോഗിക്കാം, ആ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓഫീസിൽ പോകുന്നു. നമ്മൾ ഓഫീസിലേക്ക് എത്തുന്നതിന് മുൻപ് റോഡിൽ വല്ലാത്ത ട്രാഫിക്കായിരുന്നു, വഴിയൊക്കെ ബ്ലോക്ക്, ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഫൈനലി ഐ റീച്ച്ഡ് ദ ഓഫീസ്. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഓഫീസിലെത്തി, അവസാനം അവിടെ എത്തി. ഐ വാസ് ലേറ്റ് വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് ബിക്കോസ് ഓഫ് ദ ഹെവി ട്രാഫിക് ഓൺ ദ റോഡ്. വല്ലാത്ത ഹെവി ട്രാഫിക് ആയതുകൊണ്ട് ഞാൻ ഓഫീസിലെത്താൻ വൈകി. അവിടെ നമ്മൾ റീച്ച് എന്ന വേർഡാണ് ഉപയോഗിച്ചത്, കാരണം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഓഫീസിലെത്തിയത്. അതേസമയം ഐ അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ഏർലി. ഞാൻ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി, വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് എത്തി, ഒരു ബുദ്ധിമുട്ടും വേണ്ടി വന്നില്ല. അവിടെ അറൈവ്ഡ്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാം, അപ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഫസ്റ്റ് വൺ, അവൾ അവിടെ 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എത്തും. ഷീ വിൽ അറൈവ് ദർ ഇൻ 15 മിനിറ്റ്സ്. ഇവിടെ നമ്മൾ അറൈവ് ആണ് യൂസ് ചെയ്തത്, കാരണം വളരെ ഈസി ആയിട്ട് എത്തുന്ന ഒരു കാര്യമാണ്. ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഞങ്ങൾ വീട്ടിലെത്തി. വി അറൈവ്ഡ് ഹോം യെസ്റ്റർഡേ. വി വിൽ അറൈവ് ദർ അറ്റ് 6 PM. ദർ എന്ന വേർഡിന് മുൻപിൽ പ്രിപ്പോസിഷൻ പാടില്ല, അതുകൊണ്ട് അറൈവ് ദർ എന്നാണ് ഉപയോഗിച്ചത്. അവർ തൃശ്ശൂരിൽ എത്തി. ദേ അറൈവ്ഡ് ഇൻ തൃശ്ശൂർ. ഇൻ തൃശ്ശൂർ. തൃശ്ശൂർ എന്നത് വലിയൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഇൻ യൂസ് ചെയ്തു. ദർ വാസ് എ സ്ട്രോങ് കറൻറ്റ്, സോ ഇറ്റ് വാസൻറ്റ് ഈസി ടു റീച്ച് ദ ഷോർ. സ്ട്രോങ് കറൻറ്റ്, വല്ലാത്ത ഒഴുക്കായതുകൊണ്ട് തീരത്ത് എത്താൻ ഈസി ആയിരുന്നില്ല. ഷോർ മീൻസ് തീരത്ത്. ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാത്ത കറൻറ്റ്, സ്ട്രോങ് കറൻറ്റ്, ഒഴുക്ക് വരുമ്പോൾ നമുക്ക് അത് യാത്ര ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ട് എത്തുക എന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദർ വാസ് എ സ്ട്രോങ് കറൻറ്റ്, സോ ഇറ്റ് വാസൻറ്റ് ഈസി ടു റീച്ച് ദ ഷോർ. റീച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ആ യാത്ര ബുദ്ധിമുട്ട് പിടിച്ച ഒരു യാത്രയായിരുന്നു. ഫൈനലി ഹി റീച്ച്ഡ് ഹിസ് ഗോൾ ആഫ്റ്റർ ഹാർഡ് വർക്ക്. ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം, കഠിന പ്രയത്നത്തിന് ശേഷം അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇവിടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്ഥലം അല്ല, ആ ഒരു ഗോൾ, ലക്ഷ്യം കൈവരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ റീച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ബുദ്ധിമുട്ടുകൾ സഹിച്ച് നേടിയെടുത്തതാണ്. അതുകൊണ്ട് റീച്ച്ഡ് ഹിസ് ഗോൾ ആഫ്റ്റർ ഹാർഡ് വർക്ക്. അവിടെ നമുക്ക് ഒരിക്കലും അറൈവ് യൂസ് ചെയ്യാൻ പറ്റില്ല. The company hasn't reached a final decision yet. കമ്പനി ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടില്ല. ഒരു ലൊക്കേഷൻ അല്ല, ഒരു ഡിസിഷനിൽ എത്തുക. അവിടെ നമുക്ക് റീച്ച് യൂസ് ചെയ്യാം, അവിടെ ഒരിക്കലും അറൈവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡിസിഷനിൽ എത്തുക എന്നാണ് അവിടെ മീനിങ്. വേറൊരു സെൻറ്റൻസ്, ന്യൂസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഇൽനെസ് ടുക്ക് എ ലോങ് ടൈം to reach him. ന്യൂസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഇൽനെസ്, ഫാദറിൻ്റെ അസുഖത്തെ പറ്റിയിട്ടുള്ള വിവരം അവന് എത്തുന്നതിന്, അതായത് മകനിലേക്ക് എത്തുന്നതിന് ഒരുപാട് സമയമെടുത്തു. ടു റീച്ച് ഹിം എന്നാണ്, എത്തുന്നതിന്, ആ ന്യൂസ് അവനിലേക്ക് എത്തുന്നതിന്. പക്ഷേ ഇവിടെ റീച്ച് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഒരുപാട് സമയമെടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരിക്കലും അറൈവ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ ഒരു സ്ഥലത്തെത്തുന്ന കാര്യമല്ല, ആ ന്യൂസ് അവനിലേക്ക്, അയാൾക്ക് എത്തുന്നത്, ആ ന്യൂസ് അയാൾ അറിയുന്നതിന് എന്നാണ്. അപ്പോൾ അവിടെയും നമുക്ക് അറൈവ് യൂസ് ചെയ്യാൻ പറ്റില്ല, റീച്ച് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കണം. അപ്പോൾ റീച്ച് ആൻഡ് അറൈവ് എന്നതിൻ്റെ ഒരു മീനിങ് മനസ്സിലായി. അതേപോലെ തന്നെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ. ഇനി റീച്ച് ആൻഡ് അറൈവ് അതിൻ്റെ ഒന്നുകൂടി പറയാം.
ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുവെങ്കിൽ റീച്ച് ആണ് ഉപയോഗിക്കേണ്ടത്, അറൈവ് അല്ല. പിന്നെ വളരെ ഈസി ആയിട്ടാണ് ആ സ്ഥലത്തെത്തുന്നത്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു സമയം ചിലവഴിക്കാതെയൊക്കെയാണ് എത്തുന്നതെങ്കിൽ അറൈവ് യൂസ് ചെയ്യാം. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻ, അറ്റ്, ഓൺ ഒക്കെ അറൈവ് എന്ന വേർബ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഹോം, ഹിയർ, ദർ, ലേറ്റ്, ഏർലി, യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ ഇതൊന്നും അവിടെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. റീച്ച് എന്ന വേർബ് കഴിഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷനും പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.